അടുത്ത മാസം 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നത് വരെ എല്ലാവരുടെയും ശ്രദ്ധ അല്ലെങ്കിൽ എല്ലാവരുടെയും ചർച്ച ആരാണ് ഭരണം പിടിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ്. ടി വിയിൽ നോക്കിയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഒക്കെ ഇപ്പോഴും ആർക്കാണ് സാധ്യത എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് CP റാഷിദിൻ്റെ, അറിയാലോ, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. CP റാഷിദ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തുകയും അതെല്ലാം ഏതാണ്ട് ഒരു 90% മേൽ കൃത്യതയോടെ അതേ ഫലം ഉണ്ടാവുകയും ചെയ്ത, അതുകൊണ്ട് തന്നെ പ്രവചന സിംഹം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. പ്രവചന സിംഹം അല്ലെങ്കിൽ പ്രവചന താരം, സോഷ്യൽ മീഡിയയിലെ പ്രവചന താരം എന്നൊക്കെ അറിയപ്പെടുന്ന CP റാഷിദ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു റാഷിദ് എന്താ പറയുന്നത് എന്ന്. റാഷിദ് അവസാനം കഴിഞ്ഞ ദിവസം റാഷിദിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രവചനം, ആ പ്രവചനം എങ്ങനെയാണെന്ന് വെച്ചാൽ 91 മുതൽ 102 വരെ 91 മുതൽ 102 വരെ സീറ്റുകൾ UDF ലഭിക്കുമെന്നാണ് റാഷിദ് പറയുന്നത്. അപ്പോൾ റാഷിദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂനപക്ഷ, അതായത് കാലാകാലങ്ങളായി LDF കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും അത് UDF മാറി എന്നുള്ളതാണ് റാഷിദിന്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം കേട്ടോ. ആ നിരീക്ഷണം വളരെ ശരിയാണെന്ന് നമുക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം LDF സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം CPM നിലപാടുകൾ, അതായത് കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നുള്ളതിൻ്റെ പേരിൽ ഇവരുടെ എന്താ പറയുക, ഹൈന്ദവ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനാണ്ട് മാറ്റിവെച്ച് ഇവർ ഹൈന്ദവ പ്രീണനത്തിലേക്ക് കടന്നു. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരുന്നു ഈ ശബരിമലയിലെ സംഭവ വികാസങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കാലാകാലങ്ങളായി ന്യൂനപക്ഷം LDF നൽകിയിരുന്ന വോട്ടുകൾ ന്യൂനപക്ഷം തിരിച്ചു കുത്താൻ തുടങ്ങി. വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ, അതിന് CPM കൊടുത്ത മൗന അനുവാദം, പിണറായി വിജയൻ തന്നെ നിരവധി തവണ, പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നടത്തിയൊരു പത്രസമ്മേളനം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാവും. അതായത് മലപ്പുറമാണ് ഈ ഹവാല കേസ്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ജില്ല മലപ്പുറമാണ് എന്നുള്ള രീതിയിൽ പിണറായി വിജയന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അവസാനം പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് പത്രസമ്മേളനം ഏർപ്പാടാക്കിയ PR ഏജൻസികൾ നടത്തിയതാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ പോയി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, അത് പിന്നെ എല്ലാവരും പറയുന്നതാണ്, ആരൊഴികെ CPMകാരൊഴികെ അന്തംഗമികൾ ഒഴികെ എല്ലാവരും പറയുന്നതാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ 82 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 6000-ഓളം വലിയ ഹോർഡിങ്ങുകൾ പിണറായി വിജയൻ മാത്രം. അപ്പോൾ പിണറായി വിജയൻ മാത്രമേ, എന്നിട്ട് അതിൽ പറയുന്ന കാര്യം LDF അല്ലാതെ മറ്റാരുണ്ട്. എന്നിട്ട് പിണറായി വിജയന്റെ ഈ രൗദ്രമുഖം ഇത് കാണുമ്പോൾ, കാരണം അല്ലെങ്കിൽ തന്നെ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ്, പിണറായി വിജയന്റെ ധാർഷ്ട്യം, പിണറായി വിജയന്റെ ധൂർത്ത്, പിണറായി വിജയന്റെ അവസാനം ഈ രേവന്ത് റെഡ്ഡിയെ നായിന്റെ മോനെ രേവന്തേ എന്ന് വിളിച്ച കാര്യം, നായിന്റെ മോനെ എന്നല്ല ഡേഷിന്റെ മോനെ രേവന്തേ എന്ന് വിളിച്ച കാര്യം, വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് ഒരു പാർട്ടി സഖാവിനോട് പറഞ്ഞ കാര്യം, മാറി നിൽക്ക് എന്ന് മറ്റൊരു പാർട്ടി സഖാവിനോട് പറഞ്ഞ കാര്യം, അങ്ങനെ നിരവധിയായ പിണറായി വിജയൻ എന്ന് പറയുന്നത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ് എന്ന തരത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു എന്താ പറയുക താല്പര്യം പിണറായി വിജയനോട് ഇല്ലായിരുന്നു. എന്നിട്ട് പോലും പിണറായി വിജയനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് എൻ്റെ തല എൻ്റെ, അങ്ങനെയാണല്ലോ മറ്റേ ശ്രീനിവാസൻ മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി, എൻ്റെ തല എൻ്റെ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫിഗർ, അങ്ങനെ അത് ജനങ്ങൾക്ക് ഭയങ്കരമായ അമർഷവും വെറുപ്പും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് റാഷിദ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, കാലാകാലങ്ങളായി UDF, അതായത് കോൺഗ്രസ്, ഓരോ പാർട്ടിയുടെയും കേഡർമാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർ, അതായത് തങ്ങളുടെ വോട്ട് കോൺഗ്രസിന് മാത്രമാണ്, തങ്ങളുടെ വോട്ട് ലീഗിന് മാത്രമാണ്, അല്ലെങ്കിൽ BJPക്ക് മാത്രമാണ്, CPMന് മാത്രമാണ്, CPIക്ക് മാത്രമാണ് എന്നൊക്കെ കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതേ അവസരത്തിൽ തന്നെ ഒരു 5%, അതിൻ്റെ വ്യക്തമായ കണക്ക് നമുക്ക് അറിയില്ലെങ്കിലും ഒരു 5% തന്നെയെങ്കിലും, അതായത്
ഏത് മുന്നണിയാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന, അമിതമായ രാഷ്ട്രീയ ആസക്തി ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയം, ഒരു 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 പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് അടിമത്തമില്ലാത്ത, അതാണ് അതിൽ ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അടിമത്തമില്ലാത്ത, വളരെ ജനീനായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അത് ശരിയല്ല എങ്കിൽ ആ സർക്കാരിനെതിരായി വോട്ട് ചെയ്യുന്ന, മറ്റൊരു പരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷം ഇത്തവണ അധികാരത്തിൽ വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഈ നിഷ്പക്ഷരായ ആൾക്കാരുണ്ടല്ലോ, ഈ നിഷ്പക്ഷരായ ആൾക്കാരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വ്യക്തമായ കണക്ക് നമുക്കില്ല എങ്കിലും നമ്മൾ ഒരു 5% എന്ന് വിചാരിക്കാം. ഈ 5% ഓരോ തിരഞ്ഞെടുപ്പിലും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ആ 5% ആർക്കൊപ്പം നിൽക്കും? കാരണം അവർക്ക് മുമ്പിൽ കേരളം എന്താണ് പറയുക, വികസനത്തിന്റെ പാതയിലാണ് അല്ലെങ്കിൽ വികസനത്തിന്റെ കൊടുമുടിയിലാണ് എന്നൊക്കെയാണ് LDF പറയുന്നത്. പക്ഷേ അത്തരത്തിൽപ്പെട്ട ആൾക്കാർ നോക്കുമ്പോൾ എന്ത് വികസനമാണ് കേരളത്തിൽ നടന്നത്? കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് എന്താണ്? ഒന്നുമില്ല. അയൽ സംസ്ഥാനങ്ങളും ഒക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ തെലങ്കാനയായിട്ടോ കർണാടകയുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെ തമിഴ്നാടുമായിട്ട് പോലും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ച വികസനം? ഇവിടെ വൻ വ്യവസായശാലകൾ ഉണ്ടായോ? ഇല്ല. ഇവിടെ അത്തരത്തിൽപ്പെട്ട വലിയ ഇപ്പം നാഷണൽ ഹൈവേയുടെ ഈ പറയുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും കേരള സർക്കാരിൻ്റെ ഒരു കാര്യം. ഇവർ പറയുന്നത് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് 25% കൊടുത്തു എന്നുള്ളത്. അതിപ്പോൾ ഏത് സർക്കാരാണെങ്കിലും 25% കൊടുക്കേണ്ടതാണ്, കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നാഷണൽ ഹൈവേ ഇത് ഞങ്ങളുടേതാണെന്നൊക്കെ പറയുകയാണ് നടന്നിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞുപോയി. പിന്നീട് വിഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു, അത് UDFന്റെ പദ്ധതിയായിരുന്നു. ഇവിടുത്തെ വിമാനത്താവളങ്ങൾ അതൊക്കെ UDFന്റെ പദ്ധതിയായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ പദ്ധതി. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും മെഗാ പ്രോജക്റ്റുകൾ മുഴുവൻ, നമ്മളെ മെട്രോ വരെ, അതായത് കൊച്ചിയിലെ മെട്രോ വരെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോഴിക്കോടും തിരുവനന്തപുരവും ഇതേപോലെ മെട്രോ ആരംഭിക്കാനുള്ള നീക്കങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്തരത്തിൽപ്പെട്ട ഒരു വൻ വികസനം ഉണ്ടായിട്ടില്ല എന്ന് ഈ നിഷ്പക്ഷമതികൾ കരുതിയാൽ അവരുടെ വോട്ട് എങ്ങോട്ടേക്ക് പോകും? അവരുടെ വോട്ട് LDFന് എതിരായി വീഴും. പിന്നെ മറ്റൊന്ന് എന്താണ്? ഈ ഭരണത്തിലെ പാളിച്ചകൾ എണ്ണി പറയാൻ തുടങ്ങിയാൽ, നമ്മൾ ഒരു അന്തംഗമികളല്ലാത്ത ആൾക്കാർ, അടിമകളല്ലാത്ത ആൾക്കാർ വളരെ കൃത്യമായി, ഇപ്പൊ ആരോഗ്യരംഗം, ഒരു സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടാകുന്നത് ഏറ്റവും പ്രധാനം, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം ആരോഗ്യ മേഖല തന്നെയാണ്. കാരണം വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ജനങ്ങൾ ഏറെ ആശ്വാസകരമാണ്. പക്ഷെ എന്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ 5 വർഷം എന്താണ് കേരളത്തിലെ എന്താണ് അഭിമാനിക്കാനുള്ളത്? ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്ത ഡോക്ടർമാർ തന്നെ പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് ശസ്ത്രക്രിയക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം. കാരണം നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് ഒരു തകരാറും സംഭവിക്കില്ല എന്ന് ഉറപ്പ് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇവിടെ അതിനാവശ്യമായ ഉപകരണങ്ങളില്ല, ചികിത്സാ സംവിധാനങ്ങളില്ല, മരുന്നില്ല എന്ന് മെഡിക്കൽ കോളേജിന്റെ നേതൃസ്ഥാനത്തുള്ളവർ തന്നെ പറയുകയാണ്. അവർ ആ കാര്യം നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കുകയാണ്. ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ വളരെ കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ നിസ്സഹായരാണ്, ഡോക്ടർമാർ നിസ്സഹായരാണ്. എത്രയെന്ന് വെച്ചിട്ടാണ് ഉപകരണങ്ങൾ ഡോക്ടർമാർ വാങ്ങുക? ഒരു ഉപകരണങ്ങളുമില്ല, ഒരു ചികിത്സാ ഉപകരണങ്ങളുമില്ല, ചികിത്സാ സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഡോക്ടറെ ക്രൂശിക്കാൻ നോക്കി. ചികിത്സാ പിഴവുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ തീരില്ല. കത്രിക വയറ്റിനുള്ളിൽ തുന്നിക്കൂട്ടി വെച്ച സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകളുടെയാണ്, അല്ല അർഷിനയും ഉഷയും. വിനോദിനി എന്ന് പറയുന്ന പെൺകുട്ടി ആർക്കാണ് മറക്കാൻ പറ്റുക? വലത് കൈ മുറിച്ചു മാറ്റപ്പെട്ട പെൺകുട്ടി, ഒരു ചെറിയ കൈക്ക് ചെറിയ എല്ലിനൊരു ചതവുണ്ടായിട്ട് പ്ലാസ്റ്റർ ഇട്ടതാണ്. എന്ന് പറഞ്ഞാൽ നിരുത്തരവാദപരമായ, കാരണം ഇതിന്റെ തലപ്പത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത, AKG സെന്ററിന് എഴുതി കൊടുത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, അതിനങ്ങപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ലാത്ത, തലയുരുട്ടി ഇങ്ങനെ നടത്തുന്ന അവസാനമാണ് പെടലി വെട്ടിയത്. അങ്ങനെയാണ് പെടലി മന്ത്രി എന്നുള്ള പേര് വന്നത്. എന്ന് പറഞ്ഞാൽ വായ തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന മന്ത്രി. ഇവരവസാനം പറഞ്ഞ കള്ളത്തരം അല്ലേ, ലോകം മുഴുവൻ കേട്ടതല്ലേ? ഈ കരിങ്കൊടി വീശി KSUക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ കഴുത്ത് പിടിച്ചു, ഒടിച്ചു, കഴുത്തിന് ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പരിയാരം മെഡിക്കൽ കോളേജിലെ 13ഓളം വിദഗ്ധ ഡോക്ടർമാർ മുഴുവനും ഇവർക്ക് വിദഗ്ധ ചികിത്സ വേണം, ഒരുപാട് കാലം ഇവർ വിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ എന്തോ ഡിസ്കിന്റെ മറ്റേ മൂലാഗ്രം തേഞ്ഞു പോയിന്നോ പൊട്ടിപ്പോയിന്നോ ഒക്കെ പറഞ്ഞ് അവസാനം എന്താ സംഭവിച്ചത്? പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ മന്ത്രിയെ കാണാനില്ല. മന്ത്രി സ്വന്തം കാറിൽ 100-300 കിലോമീറ്റർ യാത്ര ചെയ്ത് മന്ത്രിയുടെ വീട്ടിലെത്തി കഴിഞ്ഞു.
4 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിക്ക് കഴുത്തിൽ മറ്റേ നെക്കോളറും ഇല്ല, ഒന്നുമില്ല, മന്ത്രി അതാ തുള്ളിച്ചാടി നടക്കുന്നു. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ, ഇപ്പം വൈദ്യുതി, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പവർ കട്ടില്ലാത്ത കേരളം എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഒരുപാട് വീടുകൾ, സ്ഥാപനങ്ങളിലൊക്കെ പുരപ്പുറ സോളാർ പദ്ധതി വന്നു എന്ന് പറഞ്ഞാൽ അവർ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി എത്താൻ തുടങ്ങി. അപ്പൊ ഇതിലൊന്നും അത്ഭുതമില്ലാന്നേ. പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ ഏത് മുന്നണി ഇവിടെ ഭരിക്കുകയാണെങ്കിലും പവർ കട്ട് ഉണ്ടാവില്ല. കാരണം കാലം മാറുകയാണ്, പഴയ പോലെയല്ല. മാത്രമല്ല, ഈ സർക്കാർ എത്ര യൂണിറ്റ് വൈദ്യുതി അധികം, അതാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര യൂണിറ്റ് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിച്ചു? ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ല. ഭക്ഷ്യവകുപ്പ് അല്ലേ, ഇവിടെ എന്താണ്? നെല്ല് ഉൽപ്പാദനം വർദ്ധിച്ചോ? പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിച്ചോ? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നിർജീവ കെടുകാര്യസ്ഥത. പിണറായി വിജയൻ. എന്റെ തല എന്റെ ഫിഗർ. അത് കഴിഞ്ഞാൽ മരുമോന്റെ തല മരുമോന്റെ ഫിഗർ. മരുമോൻ ഇങ്ങനെ പച്ചക്കുപ്പായ കെട്ട് ബേപ്പൂര് തുടരും എന്ന ഒരു മിഥ്യാബോധത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ PV അൻവറാണ് ബേപ്പൂർ മത്സരിക്കുന്നത്. PV അൻവറിന് അനുകൂലമായ സാഹചര്യമാണെന്നാണ് ആ മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇനി വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്നാണ് നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് CP റാഷിദിന്റെ ഈ ഒരു പ്രവചനം വന്നത്. അതായത് 91 മുതൽ 102 വരെ സീറ്റുകൾ UDFനായിരിക്കും കിട്ടുക. BJPക്ക് 3 സീറ്റുകൾ കിട്ടുമെന്ന് കൂടി റാഷിദ് പറയുന്നുണ്ട്. LDF എന്ന് പറഞ്ഞാൽ തകർന്നടിയുകയാണ്. അപ്പോഴാണ് വളരെ വ്യത്യസ്തമായ മറ്റൊരു ഒരു ഇലക്ഷൻ പ്രവചനം. അത് ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയില് വളരെ സജീവമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ ലൈവ്. യൂട്യൂബ് ചാനലാണ്. എൻ്റെ സഹപ്രവർത്തകനായിരുന്ന വടയാർ സുനിൽ കേരള കൗമുദിയിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്. വടയാർ സുനിൽ വളരെ മിടുക്കനായ റിപ്പോർട്ടറായിരുന്നു. പ്രത്യേകിച്ചും കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ രാഷ്ട്രീയ ലേഖകൻ എന്ന് തന്നെ വടയാർ സുനിലിനെ വിളിക്കാം. ആ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് വടയാർ സുനിൽ. നേരത്തെ ABC ചാനൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വടയാർ സുനിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ ലൈവ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇന്ത്യ ലൈവ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ലൈവിന്റെ ഒരു പ്രവചനം, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വളരെ കൗതുകകരമായ ഒരു പ്രവചനം. അതാണ് ഞാൻ പ്രത്യേകിച്ചും ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ വടയാർ സുനിൽ പറയുന്നത് എന്താണെന്നറിയോ? ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു തൂക്കു മന്ത്രിസഭയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് വടയാർ സുനിലിന്റെ നിരീക്ഷണം, അല്ലെങ്കിൽ ഇന്ത്യ ലൈവ് യൂട്യൂബ് ചാനലിന്റെ നിരീക്ഷണം. അതിൽ വടയാർ സുനിൽ വളരെ കൃത്യമായി പറയുന്നു. ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 92 സീറ്റുകളിലാണ് മത്സരിച്ചത്. കോൺഗ്രസ് മത്സരിച്ചത് 92 മണ്ഡലങ്ങളിലാണ്. ആ 92 മണ്ഡലങ്ങളിൽ 46 ഇടത്ത് മാത്രമേ കോൺഗ്രസ് ജയിക്കുകയുള്ളൂ എന്നാണ് വടയാർ സുനിലിന്റെ നിരീക്ഷണം. അതായത് ഇന്ത്യ ലൈവിന്റെ നിരീക്ഷണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 26 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അവർ 16 ഇടത്തെ അവർ ജയിക്കുള്ളൂ. കേരള ജോസഫ് ഗ്രൂപ്പ് 8 ഇടങ്ങളിൽ മത്സരിച്ചു. 8 ഇടങ്ങളിൽ മത്സരിച്ചതിൽ ഒരിടത്ത് മാത്രമേ ജയിക്കുകയുള്ളൂ. അതേപോലെ RSP 4 ഇടത്ത് മത്സരിച്ചു. അതിൽ ഒരിടത്ത് മാത്രമേ ജയിക്കുകയുള്ളൂ. മറ്റൊന്ന് RMP ആണ്, നമ്മുടെ KK രമയുടെ പാർട്ടി. RMP ജയിക്കും, ഒരു സീറ്റ് കിട്ടും. അങ്ങനെ മൊത്തം 65 സീറ്റേ UDFന് കിട്ടുള്ളൂ എന്നാണ് വടയാർ സുനിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ലൈവ് പറയുന്നത്. ഇനി അതേ അവസരത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥിതി എന്താണ്? അവിടെ CPMന് 77 സീറ്റിലാണ് CPM മത്സരിച്ചത്. അതിൽ CPMല് 57, ഈ 77ൽ 57 ഇടത്ത് CPM ജയിക്കും എന്ന് പറയുന്നു. ശരി. INL ഒരിടത്ത മത്സരിച്ചത്, ഒരു സീറ്റ് കിട്ടും. ബാലകൃഷ്ണപിള്ള കോൺഗ്രസ്, അതായത് നമ്മളെ ഗണേഷ് ജയിക്കുന്ന പറയുന്നത് കേട്ടോ, ഗണേഷിന്റെ ഒരു സീറ്റ്. പിന്നെ ISJD അതിന്റെ ഒരു സീറ്റ്. പിന്നെ മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് മാണി 12 സീറ്റിൽ മത്സരിക്കുമെങ്കിലും അവർ തകർന്നടിഞ്ഞ് 3 സീറ്റിൽ അവർ ജയിക്കുന്നു പറയുന്നു. മറ്റൊന്ന് CPI ആണ്. CPI 21 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. CPIയുടെ സ്ഥിതിയും കട്ടപ്പുകയാണ്. അവർ 3-1 ഭാഗം 7 സീറ്റുകൾ. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 70 സീറ്റ് വരും. അപ്പം 70 സീറ്റ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ എത്തുന്നില്ല കേട്ടോ. 71 കിട്ടണം. അപ്പം ഈ
CP അതായത് LDF ആണ് UDF-നേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് അധികാരത്തിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന്റെ കുറവ്. UDF-ന്റെ സ്ഥിതി ഞാൻ പറയല്ലോ, 65 UDF, 70 LDF. അപ്പൊ 135, ബാക്കി അഞ്ച് സ്വാഭാവികമായും 5 സീറ്റ് എന്താ പറയാ ഉറപ്പായിട്ടും 5 സീറ്റ് ഉറപ്പായിട്ടും NDAക്കോ BJPക്കോ ലഭിക്കുമെന്നാണ് ഇന്ത്യ ലൈവിന്റെ പ്രവചനം കേട്ടോ. അത് മാത്രമല്ല, അതിന് കൂടെ ചേർത്ത് വെക്കുന്ന ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ 65-ൽ ഒരു പക്ഷേ 5 സീറ്റ് കൂടി നഷ്ടപ്പെടാം. 65 എന്നുള്ളത് 60 ചുരുങ്ങാം. അതേപോലെ തന്നെ LDF-ന്റെ 70 സീറ്റ് എന്നുള്ളത് അതും 5 സീറ്റ് കുറയാം. അത് ഒരു 65 അത് ചുരുങ്ങാം. എന്ന് പറഞ്ഞാൽ LDF-ന് നഷ്ടപ്പെടാൻ പോകുന്ന 5 സീറ്റുകൾ UDF അല്ല പിടിക്കാൻ പോകുന്നത്, അത് പിടിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. അതേപോലെ തന്നെ UDF-ന് നഷ്ടപ്പെടുന്ന 5 സീറ്റുകൾ പിടിക്കാൻ പോകുന്നത് LDF അല്ല, അത് BJP ആയിരിക്കും. അങ്ങനെ വന്നാൽ ഈ 5 സീറ്റ് എന്ന് പറയുന്ന BJP ഒരുപക്ഷെ 15 സീറ്റിലേക്ക് എന്ത് ചെയ്യാം, അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചേക്കാം. ഈ രീതിയിലുള്ള ഒരു പ്രവചനമാണ് എനിക്ക് ഇന്നലെ വ്യത്യസ്തങ്ങളായ ഈ പ്രവചനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത്. വളരെ വ്യത്യസ്തമായ, അതായത് ഒരു ഭാഗത്ത് CP റാഷിദ് പറയുന്നു 91 മുതൽ 102 വരെ UDF വിജയിക്കും. കാരണം CP റാഷിദിനെയാണ് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് കൂടുതൽ ഒരു താല്പര്യം CP റാഷിദിനാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 2021-ൽ ഈ CP റാഷിദ് പറയുന്നു 105 വരെ സീറ്റ്, അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് 100+ സീറ്റുകൾ LDF നേടുമെന്ന്, അതായത് കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പിൽ, അതായത് പിണറായി വിജയൻ സർക്കാർ 2ാം തവണ വന്ന ആ തെരഞ്ഞെടുപ്പിൽ LDF 100+ സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ച ആളാണ് റാഷിദ്. അന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവചനമൊന്നും ഉണ്ടായിരുന്നില്ല. LDF ആണ് 2ാമതും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞവർ വളരെ ചുരുക്കമായിരുന്നു. മിക്കവാറും പ്രവചനങ്ങൾ മുഴുവനും UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഒരു പൊതു ധാരണ അങ്ങനെയായിരുന്നു, UDF ആണ് വരാൻ പോകുന്നത്. കാരണം കേരളത്തിൽ അങ്ങനെയാണല്ലോ, ഒരു പ്രാവശ്യം LDF ആണെങ്കിൽ അടുത്ത പ്രാവശ്യം UDF, പിന്നെ LDF, അങ്ങനെയാണ് മാറി വരെ. മാത്രമല്ല, രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരുപാട് LDF-നെതിരായി ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ, ഇതുകൊണ്ടൊക്കെ എന്തായാലും LDF തോൽക്കും, UDF അധികാരത്തിൽ വരുന്നു വിചാരിച്ചു. പക്ഷേ CP റാഷിദ് പറഞ്ഞു അതല്ല, 100+ സീറ്റുകൾക്ക് LDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. അതിന്റെ ഒരു ബേസിൽ, അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ CP റാഷിദ് കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് ഏതാണ്ട് 20ഓളം ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90% കൂടുതൽ. ഏറ്റവും പ്രധാനമായിട്ട് തെറ്റിപ്പോയത് ഹരിയാനയിലെ ഒരു പ്രവചനം തെറ്റിപ്പോയി. അതേപോലെ എവിടെയാണ് നമ്മുടെ രമ്യ ഹരിദാസ് മത്സരിച്ച ചേലക്കരയിലും, ഈ 2 സ്ഥലങ്ങളിലും പ്രവചനം തെറ്റിപ്പോയിരുന്നു. അതല്ലാത്ത ബാക്കി സ്ഥലങ്ങളിലൊക്കെ വളരെ കൃത്യമായിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ എത്ര വോട്ട്, 1,14,000 ചില്ലാൻ വോട്ടുകൾക്കായിരുന്നു അവിടെ നമ്മുടെ ഷാഫി പറമ്പിൽ ജയിച്ചത്. അത് 1,15,000 അടുത്ത് വോട്ടുകൾക്ക് ജയിക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞ ആളാണ് CP റാഷിദ്. അപ്പോൾ ആ ഒരു പ്രവചനം അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഇന്ത്യ ലൈവിന്റെ തീർത്തും വ്യത്യസ്തമായ ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതായത് UDF-നേക്കാൾ ഇത്തിരി മേൽക്കായി LDF-നുണ്ട്, പക്ഷേ LDF-നും ഭരിക്കാൻ പറ്റുന്നില്ല. അതേസമയത്ത് CP റാഷിദ് പറയുന്നത് BJPക്ക് 3 സീറ്റ് എന്നാണ്. അതേസമയത്ത് ഇന്ത്യ ലൈവ് പറയുന്നു അതല്ല, 5 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും. അതൊരു പക്ഷേ ഇതിലേക്ക് വർദ്ധിച്ചേക്കാം, 15ലേക്ക് വർദ്ധിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഏതായാലും വളരെ രസകരമാണ്. ഒരു എന്താ പറയാ, ഇതിൽ ആരുടേതാണ് ശരിയെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഊഹിക്കാനേ, കണക്കുകളുടെ പിൻബലത്തിൽ ഊഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ഈ മെയ് മാസം 4-ാം തീയതി വരെ, വോട്ടെണ്ണുന്ന ദിവസം വരെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ എന്തായാലും ആൾക്കാർക്ക് വളരെ താല്പര്യം ഉണ്ടായിരിക്കും. അതിന് ശരിയേത് തെറ്റേത് എന്നൊക്കെ ഒരുപക്ഷെ അവർക്ക് അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. റാഷിദിന്റേതൊന്ന്, ഇപ്പതാ ഈ ഇന്ത്യ ലൈവിന്റേതും. ഇത് രണ്ടും കാണുമ്പോൾ ഏതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാതെ മറ്റൊന്ന് ആണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ പത്രത്തിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.